ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് സുമ. ഞാൻ UK നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ചെയ്തു. ആദ്യമൊക്കെ ചമ്മലും മടിയൊക്കെ ആയിട്ട് മാറി നിന്നു. പിന്നെ ഞാൻ ഓർത്ത് എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഞാനെന്തിനു മാറി നിൽക്കണം. അങ്ങനെ കുട്ടികളുടെ സപ്പോർട്ടോടുകൂടി ഞാനത് തുടങ്ങാൻ തീരുമാനിച്ചു. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളായ കൃഷികളും പിന്നെ ചെടികളുമാണ് ഞാൻ കൂടുതലായിട്ട് എൻ്റെ ചാനലിനകത്ത് കാണിക്കുന്നത്. പിന്നെ മുന്നോട്ട് പോകും തോറും സാഹചര്യങ്ങളനുസരിച്ച് പല കാര്യങ്ങൾ, കുക്കിങ്ങ്, അങ്ങനെ പല കാര്യങ്ങളും, എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴുള്ള കാഴ്ചകളും ഒക്കെ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ സമ്മറിൽ മാത്രമേ എനിക്ക് കൃഷികൾ കാണിക്കാൻ പറ്റുകയുള്ളൂ. വിൻ്റർ ആകുമ്പം കൃഷികളെല്ലാം പോകും. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതെൻ്റെ ഗാർഡനാണ്. ഇതിനകത്ത് മുളക്, ലില്ലി, അങ്ങനെ കുറേ ചെടികൾ, പച്ചക്കറികൾ എല്ലാം ഉണ്ട്. ഇത് വാഴച്ചെടി, കോളിഫ്ലവർ, റോസ, അങ്ങനെ കുറേ ചെടികളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കുറ്റി റോസയാണ്. ഇതിങ്ങനെ കുലകളായിട്ട് കുറേ റോസപ്പൂക്കളുണ്ടാകും. ഇത് തക്കാളി. ഇത് തന്നെ അരിയിട്ട് കിളിപ്പിച്ച തക്കാളിയാണ്. പിന്നെ ഇത് മധുരക്കിഴങ്ങ്, കോളിഫ്ലവർ, റണ്ണർ ബീൻസ്, ഇത് റണ്ണർ ബീൻസാണ്. ഇതിൽ പൂക്കളൊക്കെ ഉണ്ട്. ഇതുവരെയും കായ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ ഈ വർഷം. ഇത് കണ്ടോ, 1-2 കാകളെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത് ചീരയും ചെറുതാണ്, വളർന്നു വന്നിട്ടില്ല ഇതുവരെ നന്നായിട്ട്. നാട്ടിലെ ചുമലച്ചീര. പിന്നെ ഇത് കെയിലെന്ന് പറയും. അത് പ്രാവശ്യം അപ്പടി പുഴു കയറിയിരിക്കും അതിൽ. പിന്നെ ഇത് സവോള. സവോളയെല്ലാം ഇലയെല്ലാം പോയി, അത് വിത്തെടുക്കാറായി. പിന്നെ ആപ്പിൾ ഇപ്രാവശ്യം ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇത് ഒന്നരാടൻ വർഷമേ ഉണ്ടാവുള്ളൂ ഇത്. ഇതും വാഴച്ചെടി. ഇത് സ്വീറ്റ് കോൺ, അതായത് നാട്ടിലെ ചോളം എന്ന് പറയും. സൂര്യകാന്തിപ്പൂ. ഉണ്ടോ, ഇതിനകത്ത് കായായിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ചെടിയാണ്. ഇത് ബീട്രൂട്ടും എല്ലാം വിളവെടുക്കാറായി. ഇത് നേരത്തെ കുഴിച്ചിട്ടതാണ്. പിന്നെ ഇത് ക്യാരറ്റ് കുറച്ചൊക്കെ വിളവെടുത്തു. എല്ലാം കഴിയാറായി. അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഒത്തിരി വലിയ ക്യാരറ്റൊന്നുമല്ല, ചെറിയ ക്യാരറ്റ് തന്നെയാണ്. എൻ്റെ മണ്ണിന് വെളിയിലേക്ക് പോകുന്നത്. പിന്നെ ഇത് പെയറെന്ന് പറയും. അതും ഇപ്രാവശ്യവും കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. കാലാവസ്ഥയൊക്കെ ഒന്നും ശരിയല്ലായിരുന്നുകൊണ്ട് ഇതുണ്ടാവും, കുറച്ച് കായേ ഉണ്ടായിട്ടുള്ളൂ. ഇത് ചേമ്പിന് വിത്തുണ്ടാവുമെന്ന് അറിയില്ല. അടിയിൽ റോസപ്പൂക്കൾ. പിന്നെ നാട്ടിലെ ഒരു ചെമ്പരത്തിയുടെ വേറൊരു വേർഷനാണിത്, വേറെ ഒരു പൂവ്. പിന്നെ ഇത് മുന്തിരിയും കായ്ച്ചിട്ടില്ല, നന്നായിട്ടായിട്ടുണ്ട്. വാഴ.